ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഓൾറെഡി നമ്മളെ കയ്യിലുള്ള ഒരു 2 പീസ് ബ്രെഡ്, പിന്നെ സ്ട്രോബെറി, പിന്നെ ഒരു പാക്കറ്റ് പാല്, പിന്നെ മിൽക്ക് മെയ്ഡ് വേണം, ദെൻ വിപ്പിംഗ് ക്രീം. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ലൊരു മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. സിമ്പിൾ ആൻഡ് ഈസി. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് പാലെടുക്കാം. പാല് നമുക്കൊന്ന് ജഗ്ഗിലോട്ട് ഒഴിച്ച് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഷേക്ക് ചെയ്ത് വിപ്പിംഗ് ക്രീം അതിലോട്ട് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് അളവ് നോക്കണം. കപ്പിലിട്ട് മെഷർമെൻ്റ് എടുത്ത് വിപ്പിംഗ് ക്രീം എടുത്ത് കപ്പിലോട്ട് വയ്ക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ആ സ്വീറ്റ്നെസ് ഒക്കെ തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആ മിൽക്ക് മെയ്ഡ് ഇതേപോലെ മെഷർമെൻറ്റ് നോക്കി നമുക്ക് കപ്പിൽ ഒരു 1/2 കപ്പാണ് വേണ്ടത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്ത് നമുക്ക് ജഗ്ഗിലോട്ട് എന്നിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് ബ്ലെൻഡ് ആയാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ബ്രെഡിൽ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി അതിലോട്ട് ഈ സിറപ്പ്, അതായത് നമ്മൾ മിക്സ് ചെയ്ത മിൽക്ക് മെയ്ഡും പാലും ക്രീമും എല്ലാം കൂടെ ഉള്ള അത് നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സോക്ക് ആവണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ക്രീമിൻ്റെ ലെയർ തയ്യാറാക്കാം. അപ്പം ആദ്യം ക്രീം മാക്സിമം ഉള്ളത് നമ്മളൊന്നും വേസ്റ്റ് ചെയ്ത് എത്രത്തോളം നമുക്ക് വിപ്പിംഗ് ക്രീം അതിൻ്റെ ഉള്ളിൽ എല്ലാം നമ്മളെടുത്ത് അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് നമുക്ക് വിപ്പ് ചെയ്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ പത പോലെ വരണം. ഈ ക്രീം മൊത്തത്തിൽ മുകളിൽ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് ലെയർ ഓൺ ചെയ്യാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ലാതെ നന്നായിട്ട് തിക്ക് ലെയർ ഉണ്ടായാലും നമുക്ക് നന്നായിട്ട് ആ ഒരു ക്രീമിൻ്റെ ഔട്ടർ ലെയർ നന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു സിഗ്സാഗ് ആയിട്ടുള്ള ഒരു മോൾഡ് വെച്ചിട്ട് നമ്മളത് ക്രീം സെറ്റാക്കി വെക്കുകയാണ്. നന്നായിട്ട് ക്ലീനായിട്ട് ഒരു ഞാൻ ബ്രഷ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമുക്കൊരു സ്ട്രോബെറി മോൾഡ് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് അല്ലേ? നല്ല ടേസ്റ്റിയുമാണ്.